guys, welcome back to my channel. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡെയിലി വെയർ കാജൽ സ്റ്റിക്കിനെ പറ്റി പറയാനാണ്. ഞാൻ വളരെയധികം ബ്രാൻഡ്സിലുള്ള കാജൽ സ്റ്റിക്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി കാജൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും പറ്റിയ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പല ബ്രാൻഡിൽ പല പേരുകളിൽ പല പ്രൈസ് റേഞ്ചസിൽ അവൈലബിൾ ആണ് കാജൽ സ്റ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് ലാക്മി ഉണ്ട്, ലോറിയാൽ ഉണ്ട്, ഫേസസ് ഉണ്ട്, പിന്നെ മെബിലീൻ ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രാൻഡ്സ്. അപ്പോൾ ഇതിനകത്തൊക്കെ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാജൽ സ്റ്റിക്കിനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഫേവറേറ്റ് കാജൽ പെൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫേസസിൻ്റെ ലോങ് വെയർ സോളിഡ് ബ്ലാക്ക് കാജൽ പെൻസിലിൻ്റെ പറ്റിയിട്ടുള്ള റിവ്യൂ ആയിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഡെയിലി വെയർ കാജൽ അല്ല, ഞാനത് ഡെയിലി യൂസ് ചെയ്യാറില്ല. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംവെയർ അറൗണ്ട് 400 rupees ആ ഒരു റേഞ്ചിലാണ് ആ ഒരു കാജൽ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു ബോൾഡ് ലുക്കിലുള്ള ഒരു ലുക്കിലുള്ള ഒരു കാജൽ മീൻസ് ഇങ്ങനെ എഴുതിയിട്ടാണ് ഞാൻ ഡെയിലി ഓഫീസിൽ പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ ഓപ്റ്റ് ചെയ്യുന്നത് ഡെയിലി യൂസിന് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു അറൗണ്ട് 200 ആ ഒരു റേഞ്ചിലുള്ള കാജൽ സ്റ്റിക്സാണ് ഞാൻ ഡെയിലി യൂസിന് ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് വിമൻ ആയിക്കോട്ടെ, എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ചും കൂടെ ഒരു ഹൈ അബവ് 200 ആയിട്ടുള്ളതൊന്നും അധികം പേര് അങ്ങനെ യൂസ് ചെയ്യലുണ്ടാവില്ല ഫോർ ഡെയിലി ബേസിസ്. അല്ലെ പിന്നെ എന്നും എഴുതാതെ എപ്പോഴെങ്കിലും വൺസ് ഇൻ എ വൈലൊക്കെ എഴുതുന്നവരാണെങ്കിലും കുഴപ്പമില്ല, ദേ ക്യാൻ യൂസ്. അല്ലാതെ നമുക്ക് ഡെയിലി എഴുതുന്നവർ നല്ല ബോൾഡ് കാജൽ ലുക്കൊക്കെ ആയിട്ട് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്ക് അത് മുതലാവില്ല. ട്വിസ്റ്റ് ആയിട്ട് വരുന്ന കാജൽ പെൻസിലല്ല, അതൊരു ഷാർപ്പൺ ചെയ്യുന്ന കാജൽ പെൻസിലാണ്. അതുകൊണ്ട് തന്നെ അതിന് അധികം ഒരു ലൈഫ് സൈക്കിൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ ഡെയിലി വെയർ കാജൽ സ്റ്റിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് വരില്ല. അത് കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 ബ്രാൻഡ്സ് ഓഫ് കാജൽ സ്റ്റിക്സ് ആണ് ഞാൻ ഡെയിലി വെയറിന് ഞാൻ പ്രിഫർ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സാണിത്. ഈ 5 ബ്രാൻഡ്സാണ്. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ ലാക്മി ഐക്കോണിക് കാജൽ എടുക്കുകയാണ്. ലാക്മി ഐക്കോണിക് ആക്ച്വലി ഇതിനെപ്പറ്റി എനിക്ക് അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏതൊരു പെൺകുട്ടീനെയും പോലെ തന്നെ ഞാനും വളരെയധിക കാലം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാജൽ സ്റ്റിക്കാണ് ലാക്മി ഐക്കോണിക് കാജൽ. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് തള്ളി പറയാനൊന്നും പറ്റില്ല. ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കാജൽ തന്നെയാണ്. കുറച്ചൊരു സ്മഡ്ജ് ചെയ്യും എന്നുള്ളൊരു വിഷയമുണ്ട്, പ്രത്യേകിച്ച് താഴെ നമ്മൾ ഉള്ളിൽ ഇപ്പം വാട്ടർ ലൈനിൽ എഴുതുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ എഴുതും അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പം ഇത് കുറച്ച് സ്മഡ്ജ് ആവാറുണ്ട്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, കുഴപ്പമില്ല. നമ്മൾ ഡെയിലി വെയറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാജൽ സ്റ്റിക്ക് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 180 rupees ആണ്. ഇത് ആമസോൺ, നൈക്ക, purple.com എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ളൊരു, അതുമാത്രമല്ല എല്ലാ ഫാൻസി സ്റ്റോറിലും ഈവൻ സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഒന്നും അല്ലെങ്കിലും ഞാനിത് കുറേ വർഷങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ കൂടുതൽ ഇതിനോടുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഇതാണ് ലാക്മി ഐക്കോണിക് കാജൽ. സോ അടുത്തത് വന്നിട്ട് നൈക്ക റോക്ക് ദ ലൈൻ കാജൽ പെൻസിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത് പ്രത്യേകിച്ച് നൈക്കയെന്നാണ് ഞാൻ വാങ്ങിക്കാറ്. നൈക്കയെന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ മെയിൻലി എല്ലാവരെയും പോലെ തന്നെ ഞാനും നോക്കാറ് റിവ്യൂസാണ്. സോ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ ഉള്ളൊരു കാജൽ സ്റ്റിക്കായിരുന്നു ഇത്, നൈക്ക റോക്ക് ദ ലൈൻ കാജൽ. ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പലർക്കും ഇത് ഇഷ്ടമായിരിക്കാം. ബട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ബിക്കോസ് ഇതിന് അത്ര ഒരു ഡാർക്ക് കളറൊന്നും എനിക്ക് തോന്നിയില്ല. എന്താ പറയുക, കുഴപ്പമില്ല. ഇത്
ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുറേ പ്രാവശ്യം നമ്മൾ സ്ട്രോക്ക് ചെയ്താലേ ഉള്ളൂ നല്ല കളറാവുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ സ്മഡ്ജിങ്ങും അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്രയ്ക്കൊരു ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇതിന്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് Maybelline കൊളോസിയൽ കാജൽ. ഈ കാജലിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ പോലെ ഇഷ്ടം ആൻഡ് വൺ മോർ തിങ്, നൈക്ക റോക്ക് ദ ലൈൻ കാജലിൻ്റെ പ്രൈസ് വന്നിട്ട് 199 റുപ്പീസാണ്. ഇത് നൈക്കയിൽ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. 179, 189 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. എനിവേസ് നമ്മളിപ്പോൾ കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ദിസ് ഇസ് 199 റുപ്പീസ്. അടുത്തതായിട്ട് Maybelline കൊളോസിയൽ കാജൽ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലൊക്കെയാണ് ഇത് വരിക. നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലാക്ക് വേർഡിങ്സ് ഒക്കെ ആയിട്ട്. പക്ഷേ ഇതും ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ വേണമെങ്കിൽ ഇത് ആക്ച്വലി എന്താ പ്രശ്നം എന്നറിയോ, ഇതിപ്പോൾ എഴുതുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കും. ഞാനിതിപ്പോൾ രാവിലെ എഴുതി പോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ലൈറ്റ് ബ്ലാക്ക് ആയ പോലെയൊക്കെ തോന്നും. അതായത് നമ്മൾ എഴുതുമ്പോൾ നല്ല ബ്ലാക്ക് ആയിരിക്കും, പക്ഷേ ഗ്രാജുവലി ടൈം ആവുന്നതിനനുസരിച്ച് വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതൊരു ലൈറ്റ് കളറൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള കാജൽ പെൻസിൽസിൽ, കാജൽ സ്റ്റിക്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പ്രോഡക്റ്റാണ് Maybelline കൊളോസിയൽ കാജൽ. ഇനി കമ്മിങ് ടു മൈ ഫേവറേറ്റ്സ്, ഈ 2 കാജൽ സ്റ്റിക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്സ്. ഇതിനകത്ത് ഒരു കാജൽ സ്റ്റിക്കിനോട് എനിക്കൊരു ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് L'Oreal Parisൻ്റെ മാജിക് കാജലാണ്. സോ ഇത് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. പാക്കേജിംഗ് ഒക്കെ നല്ല സ്റ്റൈലൻ പാക്കേജിംഗ് ആണ്. ബ്ലാക്കിൽ ഇവിടെ ഒരു പിങ്ക് ആയിട്ട്. ഇത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാജൽ സ്റ്റിക്കാണ്. ഇവർ സത്യം പറഞ്ഞ ഒരു കാജൽ എന്നുള്ള രീതിയിൽ ഒരു 100% ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാജൽ സ്റ്റിക്കാണിത്. നമ്മൾ ഓഫീസിൽ പോയി വരുന്ന വരെ അങ്ങനെ തന്നെ ഇരിക്കും, ഒട്ടും സ്മഡ്ജ് ചെയ്യില്ല. ഞാൻ താഴെയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ എഴുതുകയാണെങ്കിലും താഴെ ഒന്നും നമ്മൾ എത്ര സ്വെറ്റ് ചെയ്താലും പോലും സ്മഡ്ജ് ചെയ്യില്ല. ദിസ് ഈസ് റിയലി ഗുഡ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 270 സംതിങ് ആണ്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ പ്രൈസ് ഇല്ല, ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ചൊരു ഹയർ എൻഡ് ആണ്, അതായത് 270 to 80 ആ ഒരു റേഞ്ചിലാണ്. ബട്ട് ആമസോണിലൊക്കെ എനിക്ക് തോന്നുന്നു 250 കിട്ടും. ബട്ട് സ്റ്റിൽ കുറച്ച് ജാസ്തിയാണ്. പക്ഷെ എന്നാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ തരുന്നുണ്ട്. അതായത് നമ്മൾ 250 റുപ്പീസ് മുടക്കി ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും തോന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ബാക്കിയുള്ള കാജൽ സ്റ്റിക്കിൻ്റെ അത്ര തന്നെ ക്വാണ്ടിറ്റി ഒക്കെ തന്നെ ഇതിലുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യുന്ന ഒരു കാര്യവും പിന്നെ ഇതിൻ്റെ സ്റ്റേയിങ് പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാജൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് നിൽക്കും. അതാണ് നമുക്ക് വേണ്ടത്. അതായത് കണ്ണെഴുതി കഴിഞ്ഞാൽ നല്ല വൃത്തിയും ഭംഗിയും ഉണ്ടാവും. അതാണ് ഈ ഒരു കാജൽ സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത. എനിവേസ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കാജൽസ്. ഞാൻ ഡെയിലി ഓഫീസ് വെയറിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാജൽ സ്റ്റിക്കാണിത്. ഇനി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാജൽ സ്റ്റിക്ക് വിച്ച് ഇസ് ഫേസസ് മാഗ്നറ്റൈസ് കാജൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാജൽ സ്റ്റിക്കാണ്. ഇതിൻ്റെ പാക്കേജിങ് തന്നെ നോക്കൂ, വളരെ അട്രാക്റ്റീവ് റെഡ് ആൻഡ് വൈറ്റ് പാക്കേജിങ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇത് ലോറിയൽ മാഗ്മാജിക്കിനെ പോലെ തന്നെ വളരെ ബ്ലാക്ക് ആയിട്ടുള്ളൊരു കാജൽ സ്റ്റിക്കാണ്. അതേപോലെ തന്നെ വളരെ സ്മഡ്ജ് പ്രൂഫുമാണ്. നമ്മൾ താഴെയൊന്നും എഴുതി കഴിഞ്ഞാൽ സ്മഡ്ജ് ആവുമൊന്നുമില്ല. നമ്മൾ എത്ര സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്മഡ്ജ് ആവില്ല. പിന്നെ നല്ല സ്റ്റെയിങ് പവർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ ഒരു പ്രശ്നമുണ്ട്. ആമസോണിൽ ഒരിക്കലും ഇത് വാങ്ങിക്കരുത്. ബിക്കോസ് ആമസോണിൽ വാങ്ങിക്കുമ്പോൾ 179 ആണ് ഇതിൻ്റെ പ്രൈസ്. ആൻഡ് ദ പ്രൈസ് ഈസ് റിയലി ഗുഡ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ 179 റുപ്പീസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും പ്രൈസ് കുറഞ്ഞ പ്രോഡക്റ്റ് ഇതാണ്. ബട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റും ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോണിൽ 179 റുപ്പീസ് പ്ലസ് 50 റുപ്പീസ് ഡെലിവറി ചാർജസ് ഉണ്ട്. പക്ഷേ നൈക്കയിലൊക്കെ മേടിക്കുകയാണെങ്കിൽ 179 റുപ്പീസ് തന്നെയുള്ളൂ. ഇടയ്ക്ക് ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ 150 കിട്ടാറുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത് നൈക്കിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോഴ്സിൽ ആക്ച്വലി ബിഗ് ബസാറിൽ കിട്ടും. പിന്നെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ ഉണ്ട്, ഒരു മേക്കപ്പ് സ്റ്റോർ ഉണ്ട്.
പനമ്പള്ളി നഗർ. അവിടെ എപ്പോൾ നോക്കിയാലും ഈ ഒരു കാജൽ, ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാലും എനിക്ക് കിട്ടാറുണ്ട് ഈ ഒരു കാജൽ സ്റ്റിക്ക്. പിന്നെന്ന് വെച്ചാൽ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പിന്നെ പാരബൻ ഫ്രീ ആണ്. അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ വളരെ സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള, ഞാനിപ്പോൾ കാണിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പിക്ക്. അപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, ഞാൻ ഇതെല്ലാത്തിൻ്റെയും, അപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഇപ്പം എന്താ പറയുക, മെബിലിൻ കൊളോസിയൽ കാജലൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും നിങ്ങൾ കാണുന്നവരിൽ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് രണ്ടും ആണ് എൻ്റെ ഫേവറേറ്റ്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട 2 കാജൽ സ്റ്റിക്സ് ആണ്. നിങ്ങൾക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ 2 കാജൽ സ്റ്റിക്സ് ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും വീഡിയോ സജഷൻസ് അല്ലെങ്കിൽ വീഡിയോ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. ഞാൻ ഒന്നുകിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.